A cone curve shaped somewhat like a cone has the radius of its broadest end as 2.1 centimeter and length as 20 centimeter. അപ്പോൾ ലെങ്ത് ഇവിടെ ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോൺ കോബ് എന്ന് പറയുന്നത് ഒരു കോണിന്റെ ഷേപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കോണിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഈ കോൺ ഉള്ളത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് റേഡിയസ് ഓഫ് ഇറ്റ്സ് ബ്രോഡസ്റ്റ് എൻഡ്. ബ്രോഡസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തെ ഭാഗമാണ്. ഇതിന്റെ റേഡിയസ് 2.1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2.1 സെന്റിമീറ്റർ ആൻഡ് ലെങ്ത് ആസ് 20 സെന്റിമീറ്റർ. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ആണ് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് ആണ് 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. If each 1 centimeter square of the surface of the cob carries an average of 4 grains. അപ്പോൾ 1 centimeter square surfaceൽ 4 grains ആണ് ക്യാരി ചെയ്യുന്നത്. Find how many grains you would find on the entire cob. അപ്പോൾ ഈ entire കോബില് എത്ര ഗ്രെയിൻസ് മുഴുവൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് ഈ കോണിനകത്ത് മൊത്തം എത്ര ഗ്രെയിൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് മൊത്തം എത്ര ഗ്രെയിൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ചുറ്റുമുള്ള മൊത്തം ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഇതിന്റെ കേർഡ് സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πRL ആണ് അല്ലെ. നമുക്കിവിടെ ഉള്ള മെഷർമെന്റ് R ഉം H ഉമാണ്. L നമുക്കറിയില്ല. അപ്പൊ L നമ്മൾ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. H തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. R തന്നിട്ടുണ്ട് എത്രയാണ്? R is 2.1 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് L നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ L കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഹൈപ്പോട്ടനസ് അല്ലെ. സ്ലാന്റ് ഹൈറ്റ് ആണ് L എന്ന് പറയുന്നത്. അപ്പൊ L കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? L സ്ക്വയർ എന്ന് പറയുന്നത് R സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആണ്. ഇതിൽ നമുക്ക് L കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് R ന്റെ വാല്യൂ 2.1, R സ്ക്വയർ ഈസ് 2.1 സ്ക്വയർ പ്ലസ് H സ്ക്വയർ, H ഈസ് 20 സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്ത് വരും? ഇസ് ഇക്വൽ ടു 2.1ന്റെ സ്ക്വയർ. അപ്പൊ 21 into 21 ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 1 2 2 4 41. അപ്പോൾ 2.1 സ്ക്വയർ എന്ന് പറയുന്നത് 2.1 into 2.1 ആണ്. ഓക്കെ. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ 4.41 എന്ന് ഇതിനെ എഴുതുന്നു. അതായത് 441 ആണ് കിട്ടിയത്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറി ഇവിടെ പോയിന്റ് എടുത്തു. അപ്പൊ 4.41 പ്ലസ് 20യുടെ സ്ക്വയർ 400 ഇസ് ഇക്വൽ ടു ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 400ഉം 4.41. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. 404.41 എന്ന് കിട്ടി. 404.41. ഇത് L സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ L എന്തായിരിക്കും? L എന്ന് പറയുന്നത് √404.41 ആണ് L എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിവിടെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 404.41. അപ്പൊ ഇവിടെ ഞാൻ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്കുള്ളതിനെ ഞാൻ പെയർ ആയിട്ട് എടുക്കുന്നു. ഇതിന്റെ റൈറ്റിലേക്കുള്ളതിനെയും പെയർ ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഡെസിമൽ നമ്പറിനെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ക്ലാസ് 8 സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാൻ വയ്യാത്തവർക്ക് ആ ചാപ്റ്ററിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ബാർ ഇട്ടിരിക്കുന്നത് ആദ്യത്തേത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ 4ന്റെ അകത്ത് വരുന്ന സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 2 into 2 സ്ക്വയർ, 2 സ്ക്വയർ ഈസ് 4, 3 സ്ക്വയർ ഈസ് 9. അപ്പൊ ഈ 9 പറ്റില്ല, നമുക്ക് 2 സ്ക്വയർ എടുക്കാം. അപ്പൊ ഇവിടെ ഡിവൈസർ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ 2 സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ നമ്മൾ 2 എഴുതി, ഒരു 2 കോഷ്യന്റ് ആയിട്ട് എഴുതി. 2 2s are 4.
0. ഇനി നമ്മൾ ഈ 2 ഡിജിറ്റും കൂടെയാണ് താഴേക്ക് എടുത്തെഴുതുന്നത്. നമ്മളിവിടെ മുകളിൽ ബാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ബാർ ഇട്ട 2 ഡിജിറ്റും കൂടെ നമ്മൾ താഴേക്ക് എടുത്തെഴുതുന്നു. ഇനി അടുത്ത ഡിവൈസർ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. ഈ 2വിന്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്ത് 4 ഇവിടെ എഴുതുന്നു. ഇനി ഈ 4ന്റെ കൂടെ നമ്മൾ ഇവിടെ ഒരു ഡിജിറ്റ് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് 4 ഉള്ളു അല്ലേ, 4 ഉള്ളൂ. അപ്പൊ ഈ 4 കിട്ടണമെങ്കിൽ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 1 ഇട്ട് കൊടുത്താൽ ഇത് 41 ആകും, ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഏത് 4ന്റെ കൂടെ ഏത് ഡിജിറ്റ് ഇട്ട് കൊടുക്കുന്നോ ആ ഡിജിറ്റ് കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 40യെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് കിട്ടുക. അപ്പൊ ഞാൻ ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു, ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതെന്തായി? 0 ആയി. ഇനി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ 4 ആയി. ഇനി അടുത്തത് എടുത്തെഴുതെങ്കിൽ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ ഇട്ടിട്ട് ഈ 41നെ താഴേക്ക് എടുത്തെഴുതുന്നു. ഇവിടെ ഞാൻ 0 ആണ് ഇട്ട് കൊടുത്തത്. അപ്പൊ ഈ 0യുടെ കൂടെ 0യും കൂടെ ആഡ് ചെയ്തിട്ട് 40 തന്നെ ഇവിടെ എടുത്തെഴുതുന്നു. ഓക്കെ, നമ്മൾ ഏത് ഡിജിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത് വേണം താഴേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാൻ അടുത്ത ഒരു ഡിജിറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 2 എഴുതി, അടുത്ത സ്റ്റെപ്പിൽ 2ന്റെ കൂടെ 2 ആഡ് ചെയ്ത് 4 എഴുതി, എന്നിട്ട് നമ്മൾ 0 ആണ് ഇട്ട് കൊടുത്തത്. അടുത്ത ഡിവൈസർ കണ്ടുപിടിക്കാൻ ഈ ഇവിടെ 0 ആയതുകൊണ്ട് 0യും കൂടെ ആഡ് ചെയ്ത് 40 എഴുതി. ഇനി ഇവിടെ ഒരു നമ്പർ വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? 441 ആണ്. അപ്പൊ നമ്മളിവിടെ 1 ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ശരിയാകത്തുള്ളൂ അല്ലെ. 40യുടെ കൂടെ 1 ഇട്ട് കൊടുത്തിട്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഏത് ഡിജിറ്റ് ആണോ ഇവിടെ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഇട്ട് കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 1 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 1 ഇടുന്നു. 401 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 4 40 എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ 2 0 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ 0യെ താഴേക്ക് എടുത്തെഴുതുന്നു. ഇനി ഡിവൈസർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 401 ആണ്. ഈ 401ന്റെ കൂടെ ഈ 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ 402 എന്ന് എഴുതുന്നു ഡിവൈസർ. ഇനി ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്താൽ ഇത് 4021 ആവും. അപ്പൊ ഇവിടെ എത്രയേ ഉള്ളൂ? 4000 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഇട്ട് കൊടുക്കാൻ പറ്റൂ? 0യെ ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഈ കോഷ്യന്റിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ അപ്പൊ എന്ത് വരും? ഇതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരും. എല്ലാം 0 ആവും. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ 4000 തന്നെ നമുക്ക് കിട്ടും. ഇനി വീണ്ടും നമ്മൾ ഇവിടെ 2 0 ഇട്ട് കൊടുത്തിട്ട് ഇതിനെ താഴേക്ക് എടുത്തെഴുതുന്നു. ഇനി അടുത്ത നമ്മുടെ ഡിവൈസർ അപ്പൊ എന്തായിരിക്കും? അടുത്ത നമ്മുടെ ഡിവൈസർ ഇതിന്റെ കൂടെ 0 തന്നെ ആഡ് ചെയ്ത് 4020 എന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ ഒരു ഡിജിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയായി? ഇവിടെ ടോട്ടൽ 6 ഡിജിറ്റ് ആയി. ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു 9 ഇട്ട് കൊടുത്തിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 40209 into 9 81 8. ഇത് 0 ആവും. 0 plus 8 is 8. 9 2s are 18 1 36. ഇപ്പൊ ഇതാ 6 ഡിജിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ 9 നമ്മുടെ കോഷ്യന്റിൽ നമ്മൾ 9 എഴുതുന്നു. 361881. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 3 ആവും. ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ 9 ഇവിടെ 9 ഇവിടെ 9 ഇവിടെ 9 ഇവിടെ 10. 10 minus 1 is 9. 9 minus 8 is 1. 9 minus 8 is 1. 9 minus 1 is 8. 9 minus 6 is 3. 0. അപ്പൊ നോക്കി, ഇനി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 2 ഡിജിറ്റ് നമുക്ക് ഇവിടെ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20.109 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 20. ഈ ഡിജിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അതായത് ഈ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ നമുക്ക് ഈ ഡിജിറ്റിനെ 1 കൂടെ ആഡ് ചെയ്ത് 0 plus 1 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 404.41ന്റെ സ്ക്വയർ റൂട്ട് എന്ത് കിട്ടി? 20.11 എന്ന് കിട്ടി.
മനസ്സിലായല്ലോ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന്? ഇച്ചിരി ടഫാണ്. നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാമെങ്കിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ല് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കേർഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ കേർഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ബോബ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഈസ് പൈ ആർ എൽ. ഇവിടെ പൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, അപ്പൊ നമുക്ക് 22/7 എന്ന് എടുക്കാം. സോ പൈ ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു ആർ എത്രയാണ്? 2.1 ഇൻറ്റു എൽ ഈസ് 20.11. ഇവിടെ നമുക്ക് 7ഉം 2.1ഉം കൂടെ കട്ട് ചെയ്യാം. 7 3s are 21. അപ്പൊ ഇവിടെ 0.3 വരും. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്, അപ്പൊ 0.3 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 22 ഇൻറ്റു 3 is 66. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് 6.6 എന്ന് എഴുതാം. ഇൻറ്റു 20.11. 2011 ഇൻറ്റു 66. 66012. 66012. 6 6 plus 6 12. 6 plus 1 7. 2 3 1 is equal to 132726. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് എണ്ണി നോക്കുക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 plus 1 ടോട്ടൽ 3 ഉണ്ട്. അപ്പൊ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറി 3 പോയിന്റ്സ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പൊ 132.726 എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 132.7 ഈ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ മോർ ദാൻ 5 ആണ്. അപ്പൊ ഈ 2വിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 3 എന്ന് എഴുതാം. 132.73 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ കേർഡ് സർഫസ് ഏരിയ നമുക്ക് 132.73 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? Okay, if each 1 centimeter square of the surface of the cob carries an average of 4 grains. 1 centimeter square 4 grains ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് 1 centimeter square സർഫസ് ഏരിയയിൽ 4 grains ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര സർഫസ് ഏരിയ കിട്ടി? 132.73 കിട്ടി. അപ്പൊ ഇതിനകത്ത് എത്ര ഗ്രെയിൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 132.73 നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പൊ സ്റ്റെപ്സ് എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഗ്രെയിൻസ് ഓഫ് കോൺ ഓൺ 1 centimeter square is equal to 4. Therefore, number of grains on the entire curved surface of the cob is equal to 132.73 into 4 is equal to എന്ത് കിട്ടും? 132.73 into 4 12. 28 plus 1 29. 4 2s are 8 10. 4 3s are 12 plus 1 13. 4 5. So 530.92. അപ്പോൾ 530.92. അപ്പൊ നമ്പർ ഓഫ് ഗ്രെയിൻസ് ആണ്, നമുക്ക് ഡെസിമലിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ 531 ഗ്രെയിൻസ് എന്ന് എഴുതുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ അപ്രോക്സിമേറ്റ്ലി എന്നൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം 531 ഗ്രെയിൻസ് 132.73 സർഫസ് ഏരിയ ഉള്ള ഒരു കോൺ കോബില് കാണും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതിനകത്ത് ഇച്ചിരി ടഫ് ആയിട്ടുള്ളത് ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ്. ഇത് ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവര് അതിന്റെ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.